ഹലോ, വെൽക്കം ടു നിതീസ് വേൾഡ്. ഇന്ന് നമ്മൾ തക്കാളി പറിക്കാൻ പോവുകയാണ് കേട്ടോ. കുറേ തക്കാളികൾ നമ്മൾ പറിച്ചു കഴിഞ്ഞു, പക്ഷേ വീഡിയോ ആയിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അമ്മ ഒന്ന് തക്കാളി പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇന്നുകൂടെ പറിച്ചില്ലെങ്കിൽ കാക്ക കൊണ്ടുപോകുന്നുള്ള അവസ്ഥയിലാണുള്ളത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കുറച്ചുണ്ട്, പക്ഷേ ഈ ഒരു ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തു. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതും എല്ലാവരും കൂടെ ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചു. ഈ തക്കാളി തൈകളൊക്കെ ഓരോരോ ഭാഗത്തായിരുന്നു ഓരോരോ ഗ്രോ ബാഗും ഉണ്ടായിരുന്നത്. കുറേ ഗ്രോ ബാഗ് ഞാൻ കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത് തന്നെ ഈ വർഷം യൂസ് ചെയ്തിട്ടോ. പിന്നെ കുറേ എണ്ണം പുതിയതായിരുന്നു, കുറേ ബാഗുകൾ ഫില്ല് ചെയ്യാൻ പറ്റി. പക്ഷേ തക്കാളിയാണ് മേജർലി ഈ വർഷത്തെ ഒരു ഹീറോ എന്ന് പറയാം, കൂടുതലായിട്ട് ഉണ്ടായി വരുന്നത്. പക്ഷേ വലിപ്പം കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നോട്ടം കെയറിങ് ഒക്കെ കുറവായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ പെസ്റ്റിൻ്റെ ഇഷ്യൂ ഒക്കെ നന്നായിട്ടുണ്ട്. തക്കാളിയുടെ സൈസ് ഉണ്ടോ, വളരെ ചെറുതാണ്. അപ്പം ഇന്ന് എന്തായാലും നമുക്ക് അർജൻറ്റായിട്ട് ഇതിനൊക്കെ പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യണം. പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഒഴിക്കാറുള്ളത്, സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത്. ആര്യവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ ചില സമയത്ത് മുരിങ്ങയുടെ തണ്ടോ മുരിങ്ങയുടെ നമ്മുടെ ഇലയോ യൂസ് ചെയ്യും. അതല്ലെങ്കിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചീരാമുളക്, പഴുത്ത ചീരാമുളകും ആര്യവേപ്പിൻ്റെ ഇലയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നീം ഓയിൽ കുറച്ചതിന് മിക്സ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് മിക്സീൻ്റെ ജാറിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുലുക്കിയിട്ട് സ്പ്രേ ചെയ്യാറ്. കഞ്ഞിവെള്ളം പുളിപ്പിച്ചതൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഒഴിക്കുക കേട്ടോ. അപ്പം ഈ പയറിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പയറുണ്ടായിട്ടുണ്ട്, പക്ഷെ പടർത്താത്തത് കൊണ്ട് നിലത്ത് കിടന്ന ഇഴയാണ്, മാത്രമല്ല അങ്ങനെ ഉറുമ്പുമാണ്. അപ്പോൾ ഇന്ന് എന്തായാലും അർജൻറ്റ് ബേസിസിൽ എല്ലാവരെയും ഓടിക്കണം. ഇതുണ്ടോ, ഇതൊക്കെ പയറുണ്ടായതാണ്. അപ്പം ഇന്നാണ് ഇത് ഫുള്ളി ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയത്. അപ്പോൾ ഗ്രോ ബാഗുകളൊക്കെ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചു. നമ്മുടെ എല്ലാ ഗ്രോ ബാഗിലും മേജർ പോർഷൻ എന്ന് പറയുന്നത് പ്ലാവിൻ്റെ ഇലയാണ് കേട്ടോ. ഇവിടെ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നത് മണ്ണിനേക്കാളും പ്ലാവിൻ്റെ ഇലയാണ്. മണ്ണ് ഞാൻ അവിടെ കൂട്ടിയിട്ടത് ഇവിടെയുള്ള ഈ മൊത്തം പോർഷൻ വൃത്തിയാക്കിയിട്ട് ആകെ കിട്ടിയ മണ്ണാണ് കേട്ടോ അത്. അപ്പം പ്ലാവിൻ്റെ ഇല ആയത് കാരണം തന്നെ ഡോളമൈറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്, അല്ലെങ്കിൽ വേര് ചീയലിൻ്റെ പ്രശ്നം വരും. ഞാൻ ഒരുപാട് പ്ലാന്റ് ഇതിൻ്റെ ആദ്യമൊക്കെ നട്ടതൊക്കെ കുറേ എണ്ണം ചീഞ്ഞു പോയി. പിന്നെയാണ് ഞാൻ ഓർത്തത്, അയ്യോ ഇതിങ്ങനെ പ്രശ്നം വരും. കാരണം ഓൾറെഡി പ്ലാവിൻ്റെ ഇല കുറേ പുതിർന്ന് കിടന്നിക്കുകയാണെങ്കിൽ ഒരു വെള്ള കളറിലൊരു ഫംഗസ് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ഈ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വേരിനെ ബാധിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന പ്ലാന്റ് പെട്ടെന്ന് ഇങ്ങനെ തക്കാളിയൊക്കെ നല്ല വലിയ ഇലയൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു പോണ മാതിരി ഉണങ്ങി പോവുക ചെയ്യുക. അപ്പം ഡോളമൈറ്റ് യൂസ് ചെയ്താൽ അങ്ങനെ പ്രശ്നം വരില്ല. അതല്ലെങ്കിൽ നിങ്ങൾ മണ്ണൊരുക്കുമ്പം കുമ്മായം മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു 2 വീക്സ് വെച്ചിട്ട് മാത്രം നടണം. എനിക്കിവിടെ ഒരുപാട് വിത്തുകൾ, നമ്മുടെ പപ്പായ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പായയുടെ വിത്ത് പാർവതിയുടെ അമ്മ തന്നിട്ടുണ്ടായിരുന്നു, നിധിയുടെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബാഗുകളിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഞാനത് 2-3 എണ്ണം എടുത്ത് പറിച്ച് നട്ടിട്ടുണ്ട്. അതിന് ഓരോന്നും നടണം. ഇതൊക്കെ ഞാൻ അഡീഷണൽ ബേസിൽ നിറച്ച് വെച്ച ബാഗുകളാണ് കേട്ടോ, ഗ്രോ ബാഗ്. കാരണം പ്ലാവിൻ്റെ ഇലയായത് കാരണം നമ്മളിവിടെ ഈ ഒരു ചെറിയൊരു നമ്മൾ ഈ മുളപ്പിക്കുന്ന ഇതുണ്ടല്ലോ, ട്രേ ഉണ്ടല്ലോ, അതിൽ മുളച്ച് വരുന്ന വലുതാവുമ്പോഴേക്ക് മണ്ണ് സെറ്റ് ആവുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് മാറ്റി നടാവുന്നതാണ്. ഈ ചീരയുടെ പോഷൻ കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ്ലി ഞാൻ ഇന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പറിച്ചെടുത്താണ്. ഇവിടെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തപ്പോഴാണ് എനിക്കൊന്നൊരു വീഡിയോ എടുക്കാൻ മൂഡുണ്ടായത്. പിന്നെ അതുപോലെ പച്ചക്കറി വേസ്റ്റ് നമ്മൾ കളയാറില്ല. ഇതുപോലൊരു പഴയ ബക്കറ്റിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കുക ചെയ്യാറ്. അനക്കാതെ വെക്കും. 1 വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ടത് സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ, ഇത് ക്യാരറ്റാണ്, ക്യാരറ്റിൻ്റെ തൈകളാണ് ഇതൊക്കെ. കുറേ നട്ടിട്ടുണ്ടായിരുന്നു, 2 എണ്ണം മാത്രമാണ് പിടിച്ചിട്ടുള്ളത്. കോളിഫ്ലവറൊക്കെ ഫുള്ളി എന്തൊക്കെയോ തിന്നുപോയി ഇലകൾ. അതുപോലെ തന്നെ നമ്മൾ ആ വേസ്റ്റ് പറഞ്ഞല്ലോ, വേസ്റ്റ് എന്താ വെച്ചാൽ ഞാൻ സ്പ്രേ ചെയ്യുന്ന സമയത്ത്, ഒഴിക്കുന്ന സമയത്ത് മാസ്ക് യൂസ് ചെയ്യും. ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം ഒഴിക്കണം കേട്ടോ. ഞാൻ ഡയറക്റ്റ് ഒഴിച്ചിട്ട് ഒരു ദിവസം ഉണങ്ങിപ്പോയി. ഞാൻ വിചാരിച്ചു പ്ലാന്റ് കുറച്ച് ഹെൽത്തി ആണല്ലോ, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ കോൺസെൻട്രേഷൻ കൂടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും സൈലത്തിന് എടുക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ഫ്ലോയത്തിനാണെങ്കിലൊക്കെ നമുക്കറിയാലോ, അതിന് ആ ഒരു കാപ്പിലറി ആക്ഷനിൽ അങ്ങനെ പോകുന്ന. അപ്പം ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ കൂടുന്ന സമയത്ത് അത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള സെൽസ് അല്ലേ, അത് നശിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളതിൻ്റെ ഹാർട്ട് ടച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പരിപാടിക്ക് നിൽക്കാമെന്ന് വേണം പറയാൻ. പിന്നെ ഇത് നമ്മുടെ ബാക്കപ്പ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അലോവേറയൊക്കെ ഉണ്ട്. പിന്നെ കുറേ പ്ലാന്റ്സ് നമ്മൾ ഫ്രണ്ടിൽ വലിയ ചട്ടിയിൽ നട്ടതിൻ്റെയൊക്കെ ബാക്കപ്പ് ഞാൻ എപ്പോഴും വെക്കും. കാരണം അത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തിട്ട് രണ്ടാമത് റീപ്ലാന്റ് ചെയ്യാലോ എന്നൊരു ഇൻറ്റൻഷനിൽ വെക്കുന്നതാണ്. പക്ഷേ